Hello, my dear students. So, in the previous class, we discussed about what is a combustion and a fuel. And we already learned that oxygen is necessary for combustion. So, let's do an activity to understand oxygen is necessary for a combustion. Take a piece of burning wood and place it on an iron plate. Now, cover it with a glass jar and observe. അതായത് ഒരു വിറക് കത്തിച്ചിട്ട് ഒരു അയൺ പ്ലേറ്റിന് മുകളിൽ കൊണ്ടുവെക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ് ജാർ ഉപയോഗിച്ച് അത് കവർ ചെയ്യുക. Then observe what happens. So you can observe that the piece of burning wood gets extinguished after some time because the supply of oxygen has been stopped. അതായത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കത്തിക്കൊണ്ടിരുന്ന വിറക് കെട്ടുപോകും. എന്തുകൊണ്ടായിരിക്കും കെട്ടുപോകുന്നത്? അവിടെ ഓക്സിജന്റെ സപ്ലൈ നിന്നു. ഗ്ലാസ് ജാർ ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്തപ്പോഴത്തേക്ക് ഓക്സിജൻ കടക്കുക അതിനുള്ളിലോട്ട് ഇല്ല. സോ അതുകൊണ്ട് തന്നെ കത്തിക്കൊണ്ടിരുന്ന ആ വിറക് കെട്ടുപോയി. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഓക്സിജൻ ഈസ് നെസസറി ഫോർ കമ്പഷൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ തീ പിടിക്കുവാണെങ്കിൽ പെട്ടെന്ന് കൊണ്ട് ബ്ലാങ്കറ്റ് ഉപയോഗിച്ച് കവർ ചെയ്യുന്നത്? സോ ക്യാൻ യു ഗെസ് വൈ? എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? ദിസ് ഈസ് ബിക്കോസ് the blanket stops the oxygen required for the combustion and it extinguishes the fire. അതായത് കമ്പഷൻ നടക്കണമെങ്കിൽ ഒരു നിശ്ചിത അളവിൽ ഓക്സിജൻ വേണം. സോ when we wrap a blanket around a person, it stops the oxygen required for the combustion. അതായത് നമ്മൾ ബ്ലാങ്കറ്റ് ഉപയോഗിച്ച് റാപ്പ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലാങ്കറ്റ് ഓക്സിജന്റെ അളവ് അവിടെ കുറയ്ക്കും. അങ്ങനെ തീ കെട്ടുപോകും. സോ അതുകൊണ്ടാണ് ഫയർ പിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ബ്ലാങ്കറ്റ് ഉപയോഗിച്ച് കവർ ചെയ്യുന്നത്. ലെറ്റ്സ് ഡു അനദർ ആക്ടിവിറ്റി. ടേക്ക് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് എ പീസ് ഓഫ് വുഡ് ആൻഡ് ട്രൈ ടു ബേൺ ഈച്ച് ഓഫ് ദം യൂസിങ്. അതായത് ഒരു പേപ്പറും ഒരു തടിക്കഷ്ണവും എടുക്കുക. ദെൻ തീപ്പെട്ടി ഉപയോഗിച്ച് അത് കത്തിക്കുക. വാട്ട് ഡു യു ഒബ്സർവ് ഹിയർ? യു വിൽ ഒബ്സർവ് ദാറ്റ് ദ പീസ് ഓഫ് പേപ്പർ ക്യാച്ചസ് ഫയർ ഈസിലി while wood does not catch fire. അതായത് തീപ്പെട്ടി ഉപയോഗിച്ച് നമ്മൾ ഈ രണ്ട് വസ്തുക്കളും കത്തിച്ചപ്പോഴത്തേക്ക് പേപ്പർ പെട്ടെന്ന് കത്തി, എന്നാൽ വുഡ് കത്തിയോ പെട്ടെന്ന് ഇല്ല. Now pour some kerosene oil on the wood and burn it. അതിനുശേഷം കുറച്ച് മണ്ണെണ്ണ എടുത്ത് അതിലൊഴിക്കുക. അത് കഴിഞ്ഞ് കത്തിക്കുക. എന്തു പറ്റും? പെട്ടെന്ന് വുഡ് കത്തുന്നതായിട്ട് കാണാൻ പറ്റി. From this activity, we can conclude that different materials catch fire at different temperature. ഈ ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് കത്തണമെങ്കിൽ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ വേണം. സോ ഓരോ സബ്സ്റ്റൻസും കത്തുന്നത് ഒരു നിശ്ചിത ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിനെയാണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ആൻ ഇഗ്നിഷൻ ടെമ്പറേച്ചർ? Ignition temperature is the lowest temperature at which a substance catches fire. അതായത് ഒരു സബ്സ്റ്റൻസ് കത്തണമെങ്കിൽ അതിനൊരു മിനിമം ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിനെയാണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓരോ മെറ്റീരിയൽസിനും ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. Then the substance which have very low ignition temperature and can easily catch fire with a flame are called inflammable substances. അതായത് ഇഗ്നിഷൻ ടെമ്പറേച്ചർ കുറവും പെട്ടെന്ന് തീ പിടിക്കുന്നതുമായിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പെട്രോൾ, LPG, ആൽക്കഹോൾ എക്സെട്ര. സോ എന്താണ് ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ് എന്ന് മനസ്സിലായോ? ദ സബ്സ്റ്റൻസ് വിച്ച് ഹാവ് വെരി ലോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ആൻഡ് ക്യാൻ ഈസിലി ക്യാച്ച് ഫയർ ഈസ് കോൾഡ് ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസസ്. Then there are three essential requirements for producing fire. The first one, fuel or combustible substance. Second one, air. Third one, heat. അതായത് കമ്പഷൻ നടക്കണമെങ്കിൽ എസെൻഷ്യൽ ആയിട്ട് 3 കമ്പോണൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫ്യൂൽ ഓർ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ്. 2 എയർ ടു സപ്ലൈ ഓക്സിജൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓക്സിജൻ ഉണ്ടെങ്കിലേ കമ്പഷൻ നടക്കത്തുള്ളൂ. തേർഡ് വൺ, ഹീറ്റ്. അതായത് ഇഗ്നിഷൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്താൽ മാത്രമേ ഒരു വസ്തു കത്തത്തുള്ളൂ. സോ അതുകൊണ്ട് ഹീറ്റ് അല്ലെങ്കിൽ ഇഗ്നിഷൻ ടെമ്പറേച്ചർ. സോ 3 കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഫ്യൂൽ, സെക്കൻഡ് വൺ എയർ ആൻഡ് തേർഡ് വൺ ഹീറ്റ്. ദെൻ ഹൗ ഡു വി കൺട്രോൾ ഫയർ? എങ്ങനെയാണ് നമ്മൾ ഫയർ കൺട്രോൾ ചെയ്യുന്നത്? വീടുകളിലോ കടകളിലോ ഒക്കെ തീ പിടിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കാം.
സോ എങ്ങനെയായിരിക്കും ഈ തീ അണയ്ക്കുന്നത് അവർ? When a fire brigade arrives, it pours water on the fire and water cools the combustible material so that its temperature is brought below its ignition temperature, and this prevents the fire from spreading. അതായത് തീ പിടിക്കുമ്പോൾ നമ്മൾ ആദ്യം ആരെയാണ് വിളിക്കുന്നത്? ഫയർഫോഴ്സിനെ വിളിക്കും അല്ലേ? സോ അവർ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? വെള്ളം ഒഴിക്കും. Water cools the combustible material so that its temperature is brought below its ignition temperature, and this prevents a fire from spreading. അതായത് വാട്ടർ ഒഴിക്കുമ്പോഴത്തേക്കും ഈ വാട്ടർ കമ്പസ്റ്റബിൾ മെറ്റീരിയലിനെ കൂളാക്കുന്നു. സോ കമ്പസ്റ്റബിൾ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ ഇഗ്നിഷൻ ടെമ്പറേച്ചറിനേക്കാളും കുറയുന്നു. സോ ഇഗ്നിഷൻ ടെമ്പറേച്ചറിനേക്കാളും കുറയുവാണെങ്കിൽ പിന്നെ ആ വസ്തു കത്തുവോ? ഇല്ല. സോ അങ്ങനെയാണ് തീ സ്പ്രെഡ് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. We already learned that there are 3 requirements for producing fire. First one is fuel, second one air, and third one heat. So fire can be controlled by removing one or more of these requirements. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കമ്പഷൻ നടക്കണമെങ്കിൽ 3 റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഫ്യൂയൽ, സെക്കൻഡ് വൺ ഓക്സിജൻ, ആൻഡ് തേർഡ് വൺ ഹീറ്റ്. സോ ഫയർ കൺട്രോൾ ചെയ്യാൻ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ റിക്വയർമെൻറ്റ്സ്, ഈ റിക്വയർമെൻറ്റ്സിനെ റിമൂവ് ചെയ്യിക്കുവാണെങ്കിൽ, ഒന്നെങ്കിൽ ഓക്സിജൻ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുകയോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ റിക്വയർമെൻറ്റ്സിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യിക്കുവാണെങ്കിൽ നമുക്ക് സ്പ്രെഡിങ് അല്ലെങ്കിൽ ഫയർ സ്പ്രെഡ് ആവുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും. ദെൻ ദ മോസ്റ്റ് കോമൺ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഈസ് വാട്ടർ. ബട്ട് വാട്ടർ വർക്ക്സ് ഓൺലി വെൻ തിങ്സ് ലൈക്ക് വുഡ് ആൻഡ് പേപ്പർ ആർ ഓൺ ഫയർ. അതായത് നമ്മൾ കോമൺ ആയിട്ടും ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റിങ്ക്യൂഷറാണ് വാട്ടർ. ബട്ട് പേപ്പറോ വുഡോ ഒക്കെ കത്തുമ്പോൾ മാത്രമേ നമുക്ക് ഈ വാട്ടർ എക്സ്റ്റിങ്ക്യൂഷറായിട്ട് സ്യൂട്ടബിൾ ആവത്തുള്ളൂ. If electrical equipment is on fire, water may conduct electricity and harm those trying to douse the fire. അതായത് ഇലക്ട്രിക്കൽ എക്വിപ്മെൻറ്റ് തീ പിടിക്കുമ്പോഴത്തേക്ക് വാട്ടർ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം വാട്ടർ മേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി, അതായത് വാട്ടർ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുന്ന ആൾക്ക് അപകടം വരാൻ വേണ്ടി സാധ്യതയുണ്ട്. വാട്ടർ ഈസ് ഓൾസോ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഫയേഴ്സ് ഇൻവോൾവിങ് ഓയിൽ ആൻഡ് പെട്രോൾ. ഓയിലോ പെട്രോളോ മൂലം വല്ലതും ഫയർ ഉണ്ടാവുകയാണെങ്കിലും അവിടെ നമുക്ക് വാട്ടർ എക്സ്റ്റിങ്ക്യൂഷറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. Because water is heavier than oil, so it sinks below the oil and oil keeps burning on the top. അതായത് വാട്ടർ എന്ന് പറയുന്നത് ഓയിലിനേക്കാൾ ഹെവിയർ ആണ്. അതുകൊണ്ട് തന്നെ ടോപ്പിൽ മുകളിൽ ഈ ഓയിൽ ബേൺ ചെയ്തുകൊണ്ടിരിക്കും. സോ അതുകൊണ്ടാണ് ഓയിലും പെട്രോളും ഒക്കെ മൂലം ഉണ്ടാകുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷറായിട്ട് വാട്ടർ സ്യൂട്ടബിൾ അല്ലെന്ന് പറയുന്നത്. എന്നാൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റോ പെട്രോൾ പോലത്തുള്ള ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് മൂലം ഉണ്ടാകുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ നമ്മൾ കാർബൺ ഡയോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് കാർബൺ ഡയോക്സൈഡ് കവേഴ്സ് ദ ഫയർ ലൈക്ക് എ ബ്ലാങ്കറ്റ്. സിൻസ് ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഫ്യൂവൽ ആൻഡ് ദ ഓക്സിജൻ ഈസ് കട്ട് ഓഫ്, ദ ഫയർ ഈസ് കൺട്രോൾഡ്. അതായത് കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷറായിട്ട് യൂസ് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഒരു ബ്ലാങ്കറ്റ് പോലെ കവർ ചെയ്യും. സോ അങ്ങനെ ഫ്യൂവലിൻ്റെയും ഓക്സിജൻ്റെയും കോണ്ടാക്റ്റ് അവിടെ കട്ട് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഈ ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് ഒന്നും കേടുവരത്തില്ല. സോ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ പെട്രോൾ പോലത്തുള്ള ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ് തീ പിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ CO2 ആണ് ബെസ്റ്റ് എക്സ്റ്റിങ്ക്യൂഷറായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? അത് ഓക്സിജൻ്റെയും ഫ്യൂവലിൻ്റെയും കോണ്ടാക്റ്റ് കട്ട് ചെയ്യും. കൂടാതെ തന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിന് കേടൊന്നും വരുത്തത്തില്ല. ദെൻ ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് അറ്റ് ഹൈ പ്രഷർ ആസ് എ ലിക്വിഡ് ഇൻ സിലിണ്ടേഴ്സ്. സിലിണ്ടേഴ്സിൽ ഹൈ പ്രഷറിൽ ലിക്വിഡ് ഫോമിലാണ് ഈ CO2 സ്റ്റോർ ചെയ്തിരിക്കുന്നത്. So it not only forms a blanket around the fire, it also brings down the temperature of the fuel. That is why it is an excellent fire extinguisher. അതായത് CO2 ഒരു എക്സലൻറ്റ് എക്സ്റ്റിങ്ക്യൂഷർ ആണെന്ന് പറയുന്നതിന് കാരണം CO2 യൂസ് ചെയ്യുമ്പോൾ ഒരു ബ്ലാങ്കറ്റ് പോലെ അത് കവർ ചെയ്യുന്നത് മാത്രമല്ല ടെമ്പറേച്ചറും കുറയ്ക്കും. സോ അതുമൂലം നമുക്ക് ഫയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടി പറ്റും.
So, carbon dioxide is an excellent fire extinguisher. So, let's wind up the class. Thank you.